ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, BJP ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്നത്തെ വീഡിയോയിലൂടെ അധികം ആരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ലാത്ത ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്താൽ അത് എനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. വെൽക്കം ടു ബ്രൈറ്റ് മെല്ലു തോട്ട്സ്. BJP കമ്മ്യൂണൽ പാർട്ടിയാണെന്ന് മുസ്ലിം ലീഗ് പറയുന്നു, മുസ്ലിം ലീഗ് കമ്മ്യൂണൽ പാർട്ടിയാണെന്ന് BJP പറയുന്നു. സത്യം എന്തെന്നാൽ രണ്ടും കമ്മ്യൂണൽ പാർട്ടി തന്നെയാണ്. റിലീജിയനെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് രണ്ട് പാർട്ടീസും പറയുന്നില്ല. മുസ്ലിം ലീഗ് മുസ്ലിം പാർട്ടിയല്ല എന്ന് പറയുന്നില്ല. BJP ഹിന്ദു പാർട്ടിയല്ല എന്നും പറയുന്നില്ല. രണ്ട് പാർട്ടിക്കും ഉള്ളത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന സ്ട്രൈറ്റ് ഗെയിമാണ്. മുസ്ലിം ലീഗ് പൊളിറ്റിക്സ് നോക്കിയാൽ മുസ്ലിംസിനെ സംരക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന മൈനോറിറ്റി ഫിയർ ഉപയോഗിച്ച് വോട്ടുകൾ ഏകീകരിക്കുന്നു. ഇനി BJP പൊളിറ്റിക്സ് എടുത്താൽ നാഷൻ ഡേഞ്ചറാണ്, കൾച്ചർ ഡേഞ്ചറാണ് തുടങ്ങിയ നറേറ്റീവ്സ് ഉപയോഗിച്ച് മെജോറിറ്റീസിനെ ചാർജ് ചെയ്ത് വോട്ടുകൾ നേടിയെടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ രണ്ടും രണ്ട് തരത്തിലുള്ള വർഗീയ ഇമോഷൻ ബിസിനസ്സാണ്. മുസ്ലിം ഐഡന്റിറ്റി ഉപയോഗിച്ച് മുസ്ലിം ലീഗ് സെക്കുലറിസം പറയുമ്പോൾ ഹിന്ദു ഐഡന്റിറ്റി ഉപയോഗിച്ച് BJP നാഷണലിസം പറയുന്നു. ഇതിൽ ആരാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഒന്ന് മൈനോറിറ്റി കാർഡ് ഉപയോഗിക്കുന്നു, മറ്റേത് മെജോറിറ്റി കാർഡ് ഉപയോഗിക്കുന്നു. സെയിം ഗെയിം ബട്ട് ഡിഫറെന്റ് ഓഡിയൻസ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ലീഗിന്റെ പവർ ലിമിറ്റ് കേരളത്തിൽ ഒതുങ്ങുന്നു, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. ഇനി BJPയുടെ പവർ സെൻട്രൽ ഗവൺമെന്റ്, ഏജൻസീസ്, മീഡിയ തുടങ്ങിയവയെല്ലാം ചേർത്ത് ഇന്ത്യ മുഴുവനാണ്. പക്ഷെ അധികാരത്തിലുള്ള കമ്മ്യൂണലിസം അതെപ്പോഴും അപകടകാരിയാണ്. അതിന് ഇന്ത്യയിൽ മൊത്തമെന്നോ കേരളത്തിൽ മാത്രമെന്നോ എന്ന വ്യത്യാസമില്ല. മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങളില്ലെങ്കിൽ മുസ്ലിം സേഫ് അല്ല, BJP പറയുന്നു ഞങ്ങളില്ലെങ്കിൽ നാഷൻ സേഫ് അല്ല. ഭയത്തിന്റെ രാഷ്ട്രീയം അത് തന്നെയാണ് രണ്ട് പാർട്ടികളും ഇറക്കുന്നത്. സ്കെയിലിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ലീഗ് കേരള ലെവൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് കളിക്കുന്നു, BJP നാഷണൽ ലെവൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് കളിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും BJPക്കെതിരെ വാത്തൊരാതെ പ്രസംഗിക്കുന്ന കോൺഗ്രസും CPIM-ഉം ലീഗിന്റെ കാര്യത്തിൽ ഒരു തലോടൽ നയമാണ് സ്വീകരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു നല്ല കണ്ടന്റുമായി വീണ്ടും കാണാം.